ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എഫ് കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ലെയർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മെത്തേഡിലാണ് ഞാൻ ഈ പുഡിങ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുഡിങ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു രീതിയാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ട് പിറകെ ഒരു കുഞ്ഞു ബെൽ ബട്ടൺ വരും. അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഒറ്റ വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വൈറ്റ് ചോക്ലേറ്റ് പുഡിങ്ങാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാമിൻ്റെ ചോക്ലേറ്റ് ബാറിലേക്ക് 1/4 കപ്പ് മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ മെൽറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷേ അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലെ മെൽറ്റ് ചെയ്യുമ്പോഴാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും നന്നായിട്ടിത് മെൽറ്റായി വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇല്ലെങ്കിൽ മിൽക്കായത് കാരണം തന്നെ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ചൈന ഗ്രാസിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് കോൺഫ്ലവറാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം പാല് ചേർത്തിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയുണ്ടാകാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം സൈഡ് വശമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വൈറ്റ് ചോക്ലേറ്റിൽ ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. 2 ലെയറാക്കിയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ 1 കപ്പ് മിൽക്ക് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഒറ്റ ലെയറിലാണ് ചെയ്യുന്നതെങ്കിൽ 2 കപ്പ് മിൽക്ക് എടുക്കുക. അപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് ആ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഈ കോൺഫ്ലവർ അടിയിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തിളക്കുന്ന പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി കൈയെടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് ഇത് കട്ടിയായി വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മിൽക്കൊക്കെ നന്നായിട്ട് കട്ടിയായി വരുന്നുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല, എനിക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതൊന്ന് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കൈയ്യെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമുക്കിത് പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെച്ച് തന്നെ ഇത് പെട്ടെന്ന് സെറ്റായി പോവും. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് പുഡിംഗ് ട്രേയിലോട്ട് മാറ്റാം. ട്രേയിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാവൂ. ചൂടോട് കൂടിയിട്ട് ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റരുത്. അപ്പോൾ ഇത് അല്പം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് പുഡിംഗ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് ആഡ് ചെയ്തിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിളപ്പിച്ച പാലോ തണുപ്പിച്ച പാലോ ഒന്നുമല്ല, സാധാരണ നോർമൽ മിൽക്കാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്ക് പുഡിംഗ് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോഴേക്കും നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ശേഷം ഒരു ബൗളിലോട്ട് 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 5 ടേബിൾ സ്പൂണാണ് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിൽ മധുരം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൽ ആഡ് ചെയ്തത് 3 ടേബിൾ സ്പൂണാണ്. അതിൽ ഓൾറെഡി ചോക്ലേറ്റിൽ നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ചേർത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. 2-3 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ വാനില എസൻസ് ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 1-2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അല്പം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അല്പം തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മെല്ലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 മണിക്കൂർ നേരത്തേക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അതിനുശേഷമാണ് നമ്മളിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നമുക്ക് 2 മണിക്കൂർ നേരത്തേക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാൻ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ നേരത്തേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അതിനുശേഷം ഗാർണിഷ് ചെയ്യലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഈ പുഡിങ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് അല്പം ബദാം ക്രഷ് ചെയ്തതും അല്പം ചെറിയും വെച്ചിട്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇല്ലാതെ തന്നെ പുഡിങ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പുഡിങ് നമ്മൾ ചൈന ഗ്രാസ് ചേർത്ത പുഡിങ് പോലെ കത്തി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല. നമുക്കിതുപോലെ സ്പൂണ് കൊണ്ട് കോരിയിട്ട് കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരിയെടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് തന്നെയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ പുഡിങ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.